ഹായ് എവരി വൺ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിൽ നിന്നുള്ള സീറോ മലബാർ കാറ്റക്കിസം മിഷന്റെ ആനുവൽ ഡേ, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആണ്. വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അത്. നമ്മുടെ കുഞ്ഞുങ്ങള് എല്ലാവരും തന്നെ സ്റ്റേജിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ കുഞ്ഞുങ്ങൾ 5 വയസ്സുള്ള ഈ കുട്ടികൾ സ്റ്റേജിൽ ഒരുപോലെ പെർഫോം ചെയ്ത് നോക്കും. എന്ത് നല്ല രസമായിട്ടാണ് അവർ ആ ക്രിസ്മസ് അവര് ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത ആളുകളെ ശരിക്കും സമ്മതിക്കണം. നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്കൊന്ന് സ്റ്റേജിൽ കയറ്റി ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് നിർത്തണമെങ്കിൽ തന്നെ എന്ത് പാടാ. അപ്പോഴാണ് ഇത്രയും കുട്ടികൾ. അതുപോലെ നിങ്ങൾ നോക്കൂ, ഈ മാർഗംകളി നമ്മുടെ പാരമ്പര്യം ലോകത്തിൽ എവിടെ പോയാലും അവര് കാത്തു സൂക്ഷിക്കുന്നുള്ളതും ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അറിയാനൊക്കെ ശരിക്കും ഈ മാർഗംകളി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ എനിക്ക് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ ഇരുന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലവും എൻ്റെ സൺഡേ സ്കൂളിൽ ഞാൻ പണ്ട് പോയതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഇരുന്ന ഒരു ഒട്ടുമിക്ക പേരൻസിന്റെ മനസ്സിലും ഏകദേശം ഈ ഒരു ചിന്തയൊക്കെ തന്നെ ആയിരിക്കണം കടന്നു വന്നത്. പിന്നെ അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളൊക്കെ സാധാരണ നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആങ്കറിങ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ലാംഗ്വേജിനെ കൂടെ ഉയർത്തി കാട്ടിക്കൊണ്ട് നല്ല മലയാളത്തിലൊക്കെ പിള്ളേർ സംസാരിച്ചു. അത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ ലാംഗ്വേജ് ഒരിക്കലും നിന്നു പോകില്ല. നമ്മുടെ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ തന്നെ ആ മലയാളം ലാംഗ്വേജ് സംസാരിക്കും. അതുപോലെ തന്നെ സ്റ്റേജൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തു. കുറഞ്ഞ സമയം കണ്ട് അതുപോലെ തന്നെ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല ഡാൻസുകള്, പാട്ടുകള്, ആക്ഷൻ സോങ്ങുകള്, ഡ്രാമ, സ്കിറ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് അവർ ടയേർഡ് ആകാതിരിക്കാനായിട്ട് അവർക്ക് ഫുഡ് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്തു. അപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം വെച്ച് നോക്കിയാൽ ഇതിന്റെ പുറകിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.